ഹായ്, എല്ലാ കൂട്ടുകാർക്കും ബീനാസ് ഈസി ഈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിന്റെ പേരാണ് ഓവർനൈറ്റ് ഓട്സ്. ഓക്കെ, ഓട്സ് നമ്മൾ തൈരും പാലും പല കാര്യങ്ങളും മിക്സ് ചെയ്ത് രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് കഴിക്കുന്നതിനെയാണ് ഓവർനൈറ്റ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കൊരു കുപ്പി എടുക്കാം ഇതുപോലെ. അതോ 2-3 പേർക്ക് വേണ്ടിയാണെങ്കിൽ ഇച്ചിരി വലിയൊരു പാത്രം എടുക്കാം. ഒരു ഗ്ലാസിന്റെ ഒരു ബോൾ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് ഒരാൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെഷർമെന്റ്സ് ആണ്. ഓരോ ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ്സ് ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഓൾഡ് ഫാഷൻ റോൾഡ് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ അളവുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 1/2 കപ്പ് ഓട്സ്, 1/2 കപ്പ് യോഗട്ട്, അത് ഗ്രീക്ക് യോഗട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ യോഗട്ടോ യൂസ് ചെയ്യാം. ഇങ്ങനെ മധുരമുള്ള യോഗട്ടൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് 1 to 3 ടീസ്പൂൺ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ 2 ടീസ്പൂൺ മതിയെങ്കിൽ 2 യൂസ് ചെയ്താൽ മതി. പക്ഷെ മോർ ചിയാ സീഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഓവർനൈറ്റ് ഓട്സിന്റെ തിക്നെസ് കൂടും. അതിനുവേണ്ടിയാണ് 1 ടേബിൾ സ്പൂണ് നല്ലതാണ്, അത്രയും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി ഹണി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി സിനമൺ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ. ആ സിനമൺ പൗഡർ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഓട്സിന് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇച്ചിരി പാലൊഴിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പാലൊഴിക്കാം. ഞാനിവിടെ ആൽമണ്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് ആൽമണ്ട് മിൽക്ക്. നിങ്ങൾക്ക് റെഗുലർ മിൽക്ക് യൂസ് ചെയ്യാം, സോയ് മിൽക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു, ഓട്സ് ആഡ് ചെയ്തു, യോഗട്ട് ആഡ് ചെയ്തു, ചിയാ സീഡ് ആഡ് ചെയ്തു, ഹണി ആഡ് ചെയ്തു, സിനമൺ പൗഡർ ആഡ് ചെയ്തു, പിന്നെ ആൽമണ്ട് മിൽക്ക് ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. രാവിലെ നമുക്കത് പുറത്തെടുത്തിട്ട് നമുക്കത് കഴിക്കാം. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് പലവിധമായ ടോപ്പിങ്സ് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സ്ട്രോബെറി കട്ട് ചെയ്തിടാം, ബ്ലൂബെറി, റാസ്ബെറി, അല്ലെങ്കിൽ ബനാന, മാംഗോ, ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്കിടാം. പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് നട്ട്സുകൾ ഇടാം. ആൽമണ്ട്സ്, വാൾനട്ട്, പീക്കാൻസ്, അങ്ങനെ ഇഷ്ടമുള്ള നട്ട്സുകൾ ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് പറയണേ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുക, സന്തോഷമായി ഇരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.